തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണുരുട്ടിയാലും ഇല്ലെങ്കിലും ശബരിമല തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ വിഷയമാവുക തന്നെയാണ്. പരാമർശിച്ച് കുടുങ്ങി രാജ്മോഹൻ ഉണ്ണിത്താനും ശബരിമലയിൽ വെല്ലുവിളി നടത്തി PS ശ്രീധരൻപിള്ളയും ശബരിമലയെ ഇന്നും പ്രചാരണ വേദികളിൽ സജീവമാക്കി നിർത്തിയിരിക്കുകയാണ്. ശബരിമല വിഷയത്തെ പരോക്ഷമായി പരാമർശിച്ച് കോഴിക്കോട് കടപ്പുറത്ത് NDA റാലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി സുപ്രീം കോടതിയിൽ തന്നെ കേരളത്തിന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടും എന്നാണ് പ്രതീക്ഷ. വിശ്വാസത്തിന് ഭരണഘടനാപരമായ സംരക്ഷണം നൽകാൻ ശ്രമിക്കും. സുപ്രീം കോടതി ഉത്തരവിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പാരമ്പര്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നതായും മോദി കുറ്റപ്പെടുത്തി. BJP ഉള്ളിടത്തോളം കേരളത്തിന്റെ പാരമ്പര്യം നശിപ്പിക്കാൻ കഴിയില്ലെന്നും മോദി പറഞ്ഞു. UDF and LDF think they can destroy our faith. They are mistaken. Their lathis, their lies, and that disgusting mischief will never be able to destroy our traditions. Till BJP there, the force of the LDF and parts of the UDF will not be able to destroy Kerala's traditions. विदेशी ताकतों ने बार बार इन परंपराओं को तार तार करने का प्रयास किया, लेकिन सफल नहीं हो पाई. सुप्रीम कोर्ट के आदेश की आड़ में कुछ ताकतों ने फिर अपना स्वार्थ साधने की कोशिश की है. निर्दोष भक्तों पर लाठियां अब स्वीकार नहीं होगी. भारतीय जनता पार्टी का प्रयास होगा कि सुप्रीम कोर्ट के सामने केरल की सैकड़ों वर्ष पुरानी आस्था, परंपरा और पूजा पद्धति का विषय विस्तार से रखा जाए. हमारी सरकार ये भी कोशिश करेगी कि आस्था और विश्वास के विषयों को संवैधानिक संरक्षण मिले. എഡിറ്റർ രാജീവ് ദേവരാജു നമുക്കൊപ്പം ചേർന്നു. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം പ്രചാരണം മുറിക്കിയതിനു ശേഷം നരേന്ദ്രമോദി കേരളത്തിൽ ആദ്യമായിട്ട് എത്തുകയാണ്. ഉറ്റുനോക്കുകയായിരുന്നു BJP നേതാക്കളുടെ വിവാദ പരാമർശങ്ങളുടെ എല്ലാം തുടർച്ച അതിലുണ്ടാകുമോ എന്ന്. വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കാൻ, കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തും, അതിനായി ശ്രമിക്കും അധികാരത്തിൽ വന്നാൽ എന്നാണ് പറഞ്ഞത്. ശബരിമല എന്ന പേര് പരാമർശിക്കാതെ അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു നരേന്ദ്രമോദിയുടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തന്ത്രപരമായ ഒരു നീക്കമാണത്. ആചാര സംരക്ഷണം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് ഏത് കൊച്ചുകുഞ്ഞിനും കേരളത്തിൽ മനസ്സിലാകും. പക്ഷേ ശബരിമല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. കേരളത്തിന്റെ സംസ്കാരം, കേരളത്തിന്റെ ആചാര സംരക്ഷണം, വിശ്വാസ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ, തുടങ്ങിയ വാക്കുകളാണ് പ്രധാനമന്ത്രി ഉപയോഗിച്ചത്. പക്ഷേ ശബരിമലയെക്കുറിച്ച് നേരിട്ട് പരാമർശിച്ചതേയില്ല. ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എടുക്കും. നിയമപരമായുള്ള അത് എങ്ങനെ അത് സംരക്ഷണം നൽകണം എന്നുള്ള കാര്യത്തിൽ വേണ്ട നടപടികൾ എടുക്കും എന്ന് പറയുന്നു. ഇതിനകത്ത് കേരളത്തിലെ ചില സാമുദായിക സംഘടനകൾക്കെങ്കിലും ചില അതൃപ്തികൾ ബാക്കിയുണ്ട്. ഈ കാര്യത്തിൽ ഒരു ഓർഡിനൻസ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായും അവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആ കാര്യത്തിൽ BJPയുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പുണ്ടാകുന്നില്ല. അത് പ്രകടന പത്രിക പുറത്തു വന്നപ്പോഴും ഉറപ്പുണ്ടാകുന്നില്ല എന്നുള്ളത് പലരും ചൂണ്ടിക്കാണിച്ച പ്രശ്നമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് ആചാര സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോഴും അത്തരത്തിലെന്തെങ്കിലും ഒരു ഉറപ്പ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത് ഉണ്ടാകാത്തത്, BJPയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടാകാത്തത് ഇപ്പോഴും ഈ കാര്യത്തിൽ BJP എത്രത്തോളം വിശ്വസിക്കാം, അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തുനിന്ന് അതിനനുകൂലമായ ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ തുടങ്ങിയ സംശയങ്ങൾ ഇനിയും ചിലരിൽ ബാക്കി വെക്കുന്നുണ്ട്. ഏതായാലും പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ വിശ്വാസികളോടൊപ്പം ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളും എന്നുള്ളതാണ് പ്രധാനമന്ത്രി നൽകുന്നത്, ശബരിമലയുടെ പേര് പറയാതെ. അതായത് വിശ്വാസ സംരക്ഷണത്തിനായി നിലകൊള്ളും എന്നെങ്കിലും പറയുന്നുണ്ട് നരേന്ദ്രമോദി. വയനാട് വന്ന് സന്ദർശിച്ചു പോയപ്പോൾ, പ്രചാരണത്തിനായി എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശം നടത്തുമെന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയതാണ്. പക്ഷെ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതുപോലുമില്ല. അപർണ, ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിനുമൊക്കെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുത്ത അഭിപ്രായമല്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി പുരോഗമനപരമായ ഒരു നിലപാടാണ് രാഹുൽ ഗാന്ധിയും ഒക്കെ സ്വീകരിച്ചിരുന്നത്. അത് കേരള നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹവും ഈ ഒരു കാര്യത്തിൽ തൊട്ടും തൊടാതെയും പോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ തന്നെയും BJP വളരെ സജീവമായി ഈ സമരരംഗത്ത് വരികയും ഒരുപക്ഷെ അക്രമാസക്തമായ സമരം പല ഭാഗങ്ങളിൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. ഏതായാലും BJP ഇത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ
സർക്കാരിന്റെ ഭാഗത്ത് ശ്രമമുണ്ടായി. കോൺഗ്രസ് ആദ്യമൊക്കെ സജീവമായി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ചില പ്രസ്താവനകളിലും ചില ധർണകളിലും ഒക്കെയായിട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം ഒടുങ്ങുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആയിരിക്കണം രാഹുൽ ഗാന്ധിക്ക് ഇക്കാര്യത്തിൽ പക്ഷേ വ്യക്തമായ ഒരു നിലപാടുണ്ട്. ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശനമാകാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ദേശീയ തലത്തിൽ കോൺഗ്രസിനും അത്തരത്തിലൊരു നിലപാടുണ്ട്. പക്ഷേ ഇത് പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള സമീപനം അത് പാടില്ല എന്നും ആചാര സംരക്ഷണം വേണം എന്നുള്ളതും ഈ എന്ത് തരത്തിലുള്ള ഒരു രീതിയാണോ തുടർന്നു വന്നത് അത് അതേപടി തുടരണം എന്നുള്ളതാണ് കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ എടുത്തിരുന്ന നിലപാട്. പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് കേരളത്തിൽ വന്ന് തിരിച്ചൊരു പ്രസ്താവന നടത്തുക എന്നുള്ളത് ദേശീയ അധ്യക്ഷൻ കോൺഗ്രസ് AICC ദേശീയ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു തന്ത്രപരമായ ഒരു നിലപാട് രാഹുൽ ഗാന്ധിയും സ്വീകരിച്ചത്. ഏതായാലും മോദി വിശ്വാസത്തിനൊപ്പം നിൽക്കും എന്നുള്ളൊരു ഒരു വളരെ സേഫർ സോണിൽ നിന്നുകൊണ്ട് ഒരു പരാമർശം നടത്തിയപ്പോൾ സംസ്ഥാന BJP അധ്യക്ഷൻ തുറന്ന വെല്ലുവിളി നടത്തിയിരിക്കുന്നു. PS ശ്രീധരൻപിള്ള പറയുന്നു ശബരിമല വിഷയമാക്കും, തടയാൻ ആരുണ്ട് എന്ന രീതിയിലുള്ള ഒരു വലിയ പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് BJPക്കകത്ത് രണ്ട് അഭിപ്രായമുണ്ട്. PS ശ്രീധരൻപിള്ള ഇതൊരു വിഷയമാക്കണം, ശബരിമല ഒരു പ്രചാരണ വിഷയമാക്കണം എന്ന നിലപാടുകാരനാണ്. നേരത്തെ തന്നെ നമുക്കറിയാവുന്ന കാര്യം, ഒരു യുവമോർച്ച യോഗത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞതും ഇതൊരു സുവർണാവസരമാണെന്നും ഇത് നമുക്ക് ഉപയോഗിക്കണം എന്നും അദ്ദേഹം പറഞ്ഞതിൻ്റെ ആ ഒരു പ്രസംഗം വീഡിയോ പുറത്തു വന്നത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു വിഷയമാക്കി നിലനിർത്തിയേ പറ്റൂ. ഏത് രീതിയിലാണെങ്കിലും, പ്രത്യക്ഷമായിട്ടാണെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിലും ശബരിമല പ്രശ്നം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി നിലനിർത്തിയേ പറ്റുകയുള്ളൂ. അത് ജനങ്ങൾക്കിടയിൽ ഒരു താല്പര്യം ഉണ്ടാക്കുന്നുണ്ട്, BJPക്ക് അനുകൂലമായ താല്പര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് BJP നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. ഏതായാലും എത്ര വോട്ട് കിട്ടും, എത്ര അധികം കിട്ടും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പ്രവചനം സാധ്യമല്ല. പക്ഷേ BJP നേതാക്കളുടെ നേതൃത്വത്തിന്റെ ഒരു കണക്കുകൂട്ടൽ ശബരിമല പ്രശ്നം BJPക്ക് അധികം വോട്ടുകൾ നേടിക്കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അത് എത്ര ഫലപ്രദമായി ചെയ്യാം എന്നുള്ളതാണ് ശ്രീധരൻപിള്ളയുടെ ഒരു നിലപാട്. പക്ഷേ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കാര്യം ഒന്നും ശബരിമല എന്ന് പറയുന്ന വാക്കേ പറഞ്ഞില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ്. ഇപ്പോൾ തന്നെ ഇതിനകം സൈനികരെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു, പാകിസ്ഥാനെതിരെ നടത്തിയ ആക്രമണം അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രചാരണ വിഷയമാക്കുന്നു തുടങ്ങിയ പരാതികൾ പ്രധാനമന്ത്രിക്കെതിരെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒക്കെ തന്നെയാകണം ഇലക്ഷൻ കമ്മീഷൻ വിലക്കിയിരിക്കുന്ന കാര്യത്തിൽ അങ്ങോട്ട് കയറി പേര് പറഞ്ഞ് ഒരു വിവാദത്തിൽ പെടണ്ട എന്നുള്ളതായിരിക്കും പ്രധാനമന്ത്രി എടുത്തിട്ടുള്ള നിലപാട്. പക്ഷേ ശ്രീധരൻപിള്ള അങ്ങനെയല്ല. അദ്ദേഹം തുറന്നു തന്നെ ആരുണ്ട് അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ശ്രീധരൻപിള്ള ഇന്ന് നിലപാടെടുത്തത്. ഏതായാലും മറ്റ് ദേശീയ BJP നേതാക്കളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ത് തന്നെയായാലും കണ്ണടച്ച് പരാമർശം നടത്തുകയായിരുന്നു. നമ്മളെല്ലാം കണ്ടു, വയനാടിനെതിരെ പരാമർശം നടത്തി, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള വിവാദപരമായ പരാമർശങ്ങൾ നടത്തി. അത് സംബന്ധിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശം മോദിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നും ഉറ്റുനോക്കി. ഒന്നും ഉണ്ടായില്ല. രാഹുലിന്റെ വിഷയത്തിൽ പോലും സ്വന്തം മണ്ഡലത്തിൽ വികസനം കൃത്യമായി ചെയ്യാത്ത ഒരാളെ സൂക്ഷിക്കണം എന്നല്ലാതെ വയനാട് പരാമർശത്തിലേ വന്നില്ല. അപർണ, ഇക്കാര്യത്തിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രധാനമന്ത്രിയാണെങ്കിലും അതുപോലെ തന്നെ അമിത്ഷാ, BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ഒക്കെ കേരളത്തിന് പുറത്താണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ വന്നിട്ട് വയനാടിനെ പാകിസ്ഥാനോട് ഉപമിക്കാനോ അതല്ല എങ്കിൽ രാഹുൽ ഗാന്ധി ന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള വയനാട് മണ്ഡലത്തിൽ എന്തിനു വന്നു എന്നുള്ള പ്രശ്നമോ ഒന്നും പ്രധാനമന്ത്രി ഇന്ന് അല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞതുപോലെ ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒന്നും ചെയ്യാതെയാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിരിക്കുന്നത് എന്നൊരു പ്രശ്നം എടുത്തു പറയാൻ പ്രധാനമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത് കേരളത്തിന് പുറത്ത് അവർ ഒരുപക്ഷെ വർഗീയ ചുവയോടെ കൂടി പറയുന്ന ഈ ഒരു കാര്യം കേരളത്തിൽ വന്ന് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന വോട്ട് ഒരുപക്ഷെ BJPക്ക് ആ രീതിയിൽ എന്തെങ്കിലും വോട്ട് കിട്ടുന്നുണ്ടോ എങ്കിൽ അതുകൂടി ഇല്ലാതാക്കും എന്നുള്ളതും അത്തരം ഒരു UPയിലോ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു ഹിന്ദു ഏകീകരണത്തിന് വേണ്ടി അത്ര വലിയ ഒരു തീവ്രമായി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവായിരിക്കണം BJP ദേശീയ അധ്യക്ഷനാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും കേരളത്തിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിന്റെ പ്രശ്നം അതല്ലെങ്കിൽ വയനാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ സ്വാധീനം അത് ലക്ഷ്യമാക്കി രാഹുൽ ഗാന്ധി വന്നു എന്ന ആരോപണം ഇതൊന്നും ഉന്നയിക്കാൻ തയ്യാറാകാത്തത് കേരളത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാകണം. പക്ഷേ എന്തായാലും BJP പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുന്ന ആയുധങ്ങളിലൊന്ന് ദേശദ്രോഹികൾ എന്നുള്ള ഒരു പരാമർശമുണ്ട്. അത് പരോക്ഷമായിട്ടാണെങ്കിലും പ്രത്യക്ഷമായിട്ടാണെങ്കിലും ആ ചുവയുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രതിപക്ഷ നേതാക്കൾ പാകിസ്ഥാനിൽ ഹീറോകളാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ഉണ്ടായി ഇത്തവണ.
അവിടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാക്കൾ, രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നു. പാകിസ്ഥാനോട് ആണ് കൂറ് എന്നുള്ള, പാകിസ്ഥാനോട് കൂറ് എന്ന് പറഞ്ഞില്ല, പക്ഷേ പാകിസ്ഥാനിൽ അവർ ആരാധിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പിന്തുണ കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞൊരു കാര്യം. അത് മൊത്തത്തിൽ ദേശീയത എന്ന BJP ഉയർത്തുന്ന പ്രശ്നത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ദേശീയതയ്ക്കൊപ്പമല്ല, രാജ്യസ്നേഹത്തോടൊപ്പമല്ല നിൽക്കുന്നത് എന്ന സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കാനാണ് പ്രധാനമന്ത്രി ഇന്ന് ശ്രമിച്ചത്. ഏതായാലും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും കേരളത്തിൽ തീവ്രവാദികളെ വളർത്താൻ ശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ത്രിപുരയിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ശക്തമായ പാഠം പഠിപ്പിച്ചു. അത് കേരളത്തിലും ആവർത്തിക്കും. UDF-ഉം LDF-ഉം പേരിൽ മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. രണ്ടും ഒന്നാണ്. ഐസ്ക്രീം പാലക്കേസിലും സോളാർ കേസിലും പെട്ടവരാണ് സദാചാരത്തെക്കുറിച്ച് പറയുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ മോദി പരോക്ഷമായി പരിഹസിക്കുകയും ചെയ്തു. UDF and LDF are different only in the name. Indeed, they are the same. Both have taken turns to loot the state. Electing the Congress and Communists is like giving a license to their leaders to engage in top-level corruption. The entire nation is talking about a very big national scam of the Congress. Outdated communists and fake liberals, why are you silent on the political violence in Kerala? Hello BJP Karyakartas, your struggles will not go in vain. Look at what happened in Tripura. Same will happen in Kerala. Those who track record is ice cream parlor case and solar scam should not talk about women empowerment. Terrorism divides, tourism unites. കേരളത്തിൽ ത്രിപുര ആവർത്തിക്കുമെന്ന് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങളിൽ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതിൽ ദേശീയ വിഷയങ്ങളോടൊപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങളിൽ UDF-നെയും LDF-നെയും ഒരുപോലെ ആക്രമിക്കാനാണ് ഇന്ന് പ്രധാനമന്ത്രി ശ്രമിച്ചത്. അതിൽ ഏറ്റവും അവസാനമല്ല, പ്രസംഗത്തിനിടെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ നോക്കുക, അതേ കാര്യം കേരളത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ത്രിപുരയിൽ 2013 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേവലം 1.5% വോട്ട് മാത്രമാണ് BJPക്ക് ലഭിച്ചിരുന്നത്. അന്ന് അവിടെ ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. ആ BJP ആണ് 2018 5 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ, CPM സർക്കാരിനെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്തത്. ഏതാണ്ട് 43% വോട്ട് നേടി 36 സീറ്റുമായി, ഒറ്റ സീറ്റ് പോലും ഇല്ലാതിരുന്ന ത്രിപുരയിൽ BJP അധികാരം പിടിച്ചെടുത്തു. കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 15% വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ആയിരിക്കണം ഈ കേരളത്തിലും ത്രിപുര ആവർത്തിക്കും എന്ന് പ്രധാനമന്ത്രി പറയാനുള്ള ഒരു കാര്യം. പക്ഷേ കേരളത്തിൽ ന്യൂനപക്ഷ ജനസമൂഹത്തിൻ്റെ സ്വാധീനം, ഇപ്പോഴും ഒരു മതേതര മൂല്യം കാത്തുസൂക്ഷിക്കുന്നത്, ഒരു വർഗീയതയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏകീകരണത്തിനോ രാഷ്ട്രീയം മുൻനിർത്തി രാഷ്ട്രീയം പരിഗണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഏകീകരണത്തിന് അധികം വഴങ്ങാത്ത മലയാളികളുടെ മനസ്സ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു ത്രിപുര ആവർത്തിക്കുന്നതിന് തടസ്സമായി തന്നെ നിൽക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പരിഗണിക്കുകയാണെങ്കിൽ, ത്രിപുരയിൽ ഇത് സംഭവിച്ചു എന്ന് പറയുന്ന ത്രിപുരയിൽ ഹിന്ദു സമൂഹത്തിൻ്റെ, അവിടുത്തെ ജനസംഖ്യയിൽ ഹിന്ദു സമൂഹം ഏതാണ്ട് 83% വരും. കേരളത്തിൽ ഏതാണ്ട് ഒരു 52% അപ്പുറം, 52-53% ഹിന്ദുക്കൾ കേരളത്തിൽ ഇല്ല എന്നുള്ളതും BJP മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതിനപ്പുറം ന്യൂനപക്ഷങ്ങളെ ഏത് രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് BJP ഇനിയും പരീക്ഷിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് പോലെ ത്രിപുര പോലെ ആകും കേരളം എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ വന്ന് പറയാമെന്നല്ലാതെ രാഷ്ട്രീയമായി അത് എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നുള്ളതായിരിക്കും BJPയുടെ മുന്നിലുള്ള വെല്ലുവിളി. ഏതായാലും തിരുവനന്തപുരത്ത് തരൂരിന്റെ കാല് വാരുന്നത് ആരാണ്? ക്ലിയർ കട്ട് തുടരും ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചാരണ പാളിച്ചകളിൽ AICCക്കും കടുത്ത അതൃപ്തി.
രാഹുൽ ഗാന്ധി തന്നെ ഇത് സംബന്ധിച്ച് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ചർച്ച നടത്തി. പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് രാഹുൽ നിർദ്ദേശം നൽകി. AK ആന്റണി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തി. മുൻപ് ജില്ലാ ചുമതലയുണ്ടായിരുന്ന നേതാക്കളും കോൺഗ്രസ് MLA അടക്കമുള്ളവരും ശശി തരൂരിനെ പിന്നിൽ നിന്ന് കുത്തുന്നുവെന്നാണ് പരാതി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേരിട്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കും. എന്നാൽ താൻ ആരോടും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ആവർത്തിച്ച് ശശി തരൂർ വീണ്ടും രംഗത്തെത്തി. കൊച്ചു കൊച്ചു വീഴ്ചകൾ വരുണ്ടെങ്കിലും ആര് ചൂണ്ടിക്കാണിച്ചാലും ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് പോകുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ സമീപനം. നിങ്ങൾ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മുഖവിലക്കെടുക്കുന്ന ആളാണ്. അവിടെ ശ്രീ തരൂർ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. ശ്രീ ശശി തരൂരിനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പൂർണ്ണ സംതൃപ്തനാണ്. അവരൊറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. അവിടെ ശ്രീ തരൂരിൻ്റെ വിജയം 100% ഉറപ്പാക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. ആ പരാതി തീർന്നോ? പ്രശ്നം പരിഹരിച്ചു? എങ്ങനെയാണ് കണക്ക്? തൽക്കാലം പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളും ഒക്കെ തിരുവനന്തപുരം മണ്ഡലത്തിൽ വളരെ സജീവമായി പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അത് ഇന്നലെയുമായി അത് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരും വേണ്ടത്ര സജീവമായി പ്രവർത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രചാരണ രംഗത്ത് നടത്തേണ്ട ചില കാര്യങ്ങൾ അഭ്യർത്ഥന നൽകുക, മറ്റ് വീട് സന്ദർശനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളത് പ്രാദേശിക തലത്തിൽ നിന്ന് തന്നെ പുറത്തു വന്ന ഒരു കാര്യമാണ്. ഈ ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമുണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടി AICC തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മുതിർന്ന നേതാവ് AK ആന്റണി ഇടപെട്ടു. അതുപോലെ മറ്റു നേതാക്കൾ ഒക്കെ ഇടപെടുകയും സജീവമായി വീണ്ടും കോൺഗ്രസിനെ പഴയ ട്രാക്കിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് പ്രധാനമായും കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ദുർബലനായി മാറിയതോടുകൂടി ഇടതുമുന്നണിയിൽ നിന്ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു വലിയ വിഭാഗം വോട്ട് ശശി തരൂരിന് കിട്ടിയിരുന്നു. പക്ഷേ ഇത്തവണ ഇടതുമുന്നണിയും ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തിയതോടുകൂടി ഇടതുപക്ഷത്തിന്റെ വോട്ട് പിടിക്കുന്ന സാഹചര്യം വരാം. BJPയും ശക്തമായ രംഗത്തുണ്ട്. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ഒരു സാധ്യതയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. സാധ്യതയെന്നല്ല, അത്തരം ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകരും അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് മെഷീനറി വീക്കാവുന്നിടത്താണ്, ദുർബലമാവുന്നിടത്താണ് ഈ ഒരു പ്രശ്നം ഉയർന്നു വന്നത്. ഒരുപക്ഷെ ശശി തരൂരിന് AICCയിലുള്ള സ്വാധീനവും തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട മത്സരമാണ് എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇത്ര പെട്ടെന്ന് ഇടപെടുകയും ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ശശി തരൂർ പറയുന്നത് പോലെ ഇത് മറ്റ് കക്ഷികളുടെ ദുഷ്പ്രചാരണമല്ല, പാളയത്തിൽ തന്നെയാണ് പട. അങ്ങനെയാണെങ്കിൽ ആരാണ് കാലുവാരുന്നത്? തരൂർ ഇവിടെ മത്സരിക്കാൻ ശശി തരൂര് മാറും എന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ മത്സരിക്കാൻ താല്പര്യമുള്ള നേതാക്കളുണ്ടായിരുന്നു, നേതാവുണ്ട്. അത്തരത്തിലുള്ള നേതാക്കൾക്ക് ജില്ലയിൽ തന്നെ സംഘടനയ്ക്കകത്ത് സ്വാധീനമുള്ള നേതാവുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്നുള്ള MLA, ഒരു MLAക്ക് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹം ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് ചില പ്രവർത്തകരെങ്കിലും നിർവീര്യമായത് അല്ലെങ്കിൽ നിർജീവമായത് എന്ന ആക്ഷേപം പാർട്ടിക്കകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായി ഈ ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഒരു വിഘാതമായി നിൽക്കുകയും അല്ലെങ്കിൽ സജീവമല്ലാതായി പോകുന്നതിനും ഒരു കാരണമായത്. പക്ഷേ ആ നേതാവിനോട്, ആ MLAയോട് കൃത്യമായ സന്ദേശം നൽകിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ നേതാവും ഇപ്പോൾ സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്തെങ്കിലും ഒരു പിന്നോട്ട് പോക്കുണ്ടായി കഴിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള സന്ദേശം KPCCയുടെ ഭാഗത്തു നിന്നും AICCയുടെ ഭാഗത്തു നിന്നും ആ നേതാവിന് നൽകിക്കഴിഞ്ഞു. അതായത് ആ സൂചനകൾ ശരിയാണെങ്കിൽ സാമുദായിക സംഘടനകളുടെ ഒരു ഇടപെടൽ കൂടി ഇതിനകത്തുണ്ടായിട്ടുണ്ട്. സാമുദായിക സംഘടനകളുടെ ഇടപെടലും ഉണ്ടാകാം. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായി NSSന് ശശി തരൂരിനോട് അത്ര താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ആശയം പ്രചരിപ്പിക്കുക, അത് BJPക്കാണ് ഇത്തരത്തിൽ അവർ കൂടുതൽ താല്പര്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, അത് BJPയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഈ ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ശബരിമലയുടെ കാര്യത്തിൽ കോൺഗ്രസ് വേണ്ട വിധം ആയില്ല, ശശി തരൂർ അതിൽ വ്യത്യസ്തമായ നിലപാടെടുത്തു തുടങ്ങിയ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് കൂടിയാണ് ശശി തരൂരിന് തിരിച്ചടിയായി മാറിയത്. പക്ഷേ ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും ഇനി സ്മൃതി ഇറാനിയുടെ വാർത്തയിലേക്ക് കൂടി. പഠിച്ച് ഡിഗ്രി ഇല്ലാതായ സ്ഥിതിയിലാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. 2004 BA-കാരി, 2014 BCom-കാരി. ഇപ്പോൾ സ്മൃതി ഇറാനി നൽകിയ സത്യവാങ്മൂലം അനുസരിച്ച് സീനിയർ സെക്കൻഡറി വിദ്യാഭ്യാസ യോഗ്യത മാത്രമാണ് ഉള്ളത്. അമേഠിയിൽ നൽകിയ നാമനിർദ്ദേശ പത്രികയിലാണ് സ്മൃതി ഇറാനി ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്.
വിശ്വാസവഞ്ചനയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും സത്യവാങ്മൂലം നൽകിയപ്പോൾ കാണിച്ച കള്ളത്തരത്തിൽ എന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നു. അതങ്ങനെ കാണേണ്ടതാണോ? തെറ്റായ വിവരം നൽകുക എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു നിയമലംഘനം തന്നെയാണ്. നിയമത്തിന്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിയമലംഘനം തന്നെയാണ്. ഏതായാലും സ്മൃതി ഇറാനിക്കെതിരെ കിട്ടുന്ന ഏത് ചെറിയ ആയുധവും കോൺഗ്രസ് വെറുതെ കളയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സംഭവം ഈ രീതിയിൽ വന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്മൃതി ഇറാനിയും അതുപോലെ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ഒട്ടും മടിക്കാത്ത BJP നേതാവാണ്. മറ്റൊരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരം നൽകാൻ വലിയ ഭൂരിപക്ഷത്തിൽ 1,00,000-ലധികമുള്ള ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ചു എങ്കിൽ പോലും അത് മുൻപുള്ള തെരഞ്ഞെടുപ്പിനേക്കാൾ ശക്തമായ മത്സരം നൽകാൻ സ്മൃതി ഇറാനിക്ക് കഴിഞ്ഞു. സ്മൃതി ഇറാനി അമേഠിയിൽ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും രാഹുൽ ഗാന്ധി നടത്തിയില്ല എന്ന് ആക്ഷേപിച്ച് കുറച്ച് നാളുകളായി രാഹുൽ ഗാന്ധിക്കെതിരെ ആക്രമണം നടത്തുന്നു. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് മറ്റൊരു സുരക്ഷിത മണ്ഡലമായ വയനാട് തേടി രാഹുൽ ഗാന്ധി വന്നത് എന്ന പ്രചാരണം നടക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്മൃതി ഇറാനിക്കെതിരെ ഇത്തരമൊരു ആയുധം കോൺഗ്രസിന് വീണ് കിട്ടുന്നത്. ഇപ്പോൾ കോൺഗ്രസ് വളരെ സരസമായി ഇതിനു മുൻപ് അമ്മായിയമ്മയും മുൻപൊരിക്കൽ മരുമകളായിരുന്നു എന്ന് ഇതിന് സമാനമായ ഹിന്ദി ക്യോങ്കി സാസ് ബി കബി ബഹു ഥി എന്ന പേരുള്ള ഹിന്ദി സീരിയലിലാണ് സ്മൃതി ഇറാനി കൂടുതൽ പ്രശസ്തയായത്. അതിനെ തമാശ രൂപേണ അതിന്റെ പാരഡി എന്നോണം കേന്ദ്രമന്ത്രി മുൻപൊരിക്കൽ ഗ്രാജുവേറ്റ് ആയിരുന്നു, ബിരുദധാരിയായിരുന്നു എന്ന രീതിയിലുള്ള പരിഹാസ രൂപേണയുള്ള ഒരു ആക്രമണമാണ് ഇന്നിപ്പോൾ സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് നടത്തുന്നത്. അതായത് ഇതിനു മുൻപ് ബിരുദം ഉണ്ട് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു, ഇപ്പോൾ ബിരുദം ഇല്ല എന്ന് പറയുന്നു. സീനിയർ +2 മാത്രമേ പാസ്സായിട്ടുള്ളൂ, ഡിഗ്രിയുടെ 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് പുതിയ ഈ സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസ് ഇപ്പോൾ സ്മൃതി ഇറാനിക്കെതിരെ ആയുധമാക്കി മാറ്റിയിരിക്കുന്നത്. സ്വാഭാവികമായും സ്മൃതി ഇറാനിയും കോൺഗ്രസും തമ്മിലുള്ള അത്രയും വലിയ ഒരു കടുത്ത രാഷ്ട്രീയ ശത്രുത തന്നെയാണ് ഇതിപ്പോൾ ഒരു വലിയ വിവാദമാകുന്നതിനുള്ള കാരണമായത്. ഏതായാലും പറഞ്ഞതെല്ലാം തിരുത്തേണ്ടി വന്നാലും പ്രചാരണത്തിന് അത് രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു തടസ്സവുമാകുന്നില്ല. വരും ദിവസങ്ങളിൽ 4 ഡിഗ്രി വരെ കൂടും ചൂടെന്നാണ് കേരളത്തിലെ കാലാവസ്ഥാ പ്രവചനം. തെരഞ്ഞെടുപ്പ് ചൂട് അതിലും കൂടാനാണ് ഇരിക്കുന്നത്. ക്ലിയർ കട്ട് ഇനി കാണാം വീണ്ടും തിങ്കളാഴ്ച. നമസ്കാരം.